നോർത്ത് പറവൂരിൽ ടി.വി. പൊട്ടിത്തെറിച്ച് വീടിന് ഭാഗിക നാശനഷ്ടം. വീട്ടുടമസ്ഥൻ ടി.വി. കാണുന്ന സമയത്ത് ഉഗ്രൻ ശബ്ദത്തോടെ ടി.വി. പൊട്ടിത്തെറിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ഇറങ്ങിയോടിയതുകൊണ്ട് ആളഭയം ഒഴിവായി. നോർത്ത് പറവൂർ ചിറ്റാറ്റുകര പഞ്ചായത്തിൽ ഉച്ചയ്ക്ക് 1 മണിയോടെ ഗൃഹനാഥൻ രാമചന്ദ്രൻ ടി.വി. കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടി.വിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും തുടർന്ന് ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ആളിക്കത്തുകയുമായിരുന്നെന്ന് ഭാര്യ ഗിരിജ പറഞ്ഞു. ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടന് 12 മണിയാകുമ്പോ ടി.വി. വെക്കലുണ്ട്. അപ്പൊ 1 മണിയായപ്പോഴാണ് ഇത് പറ്റിയെന്നാണ് പറയണത്. മണം വരെയും ചെയ്ത് അപ്പൊ തന്നെ കത്തി പിടിക്കണേന്ന് കണ്ടേന്നാണ് പറയണത്. പഞ്ചായത്തില് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് ഞായറാഴ്ച കയറണം, വില്ലേജിലും പറഞ്ഞിട്ടുണ്ട്. പറയാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അവരാ. ടി.വി. പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കത്തി. പൊട്ടിത്തെറി ശബ്ദം കേട്ടയുടനെ പുറത്തിറങ്ങിക്കൊണ്ട് ആളപായം ഒഴിവായി. വീടിന്റെ മുന്നിലെ ചുമര് കൂടാതെ അകത്തെ ചുമരും വാതിലും കത്തി നശിഞ്ഞു. രാമചന്ദ്രനും ഭാര്യ ഗിരിജയുമാണ് ഈ വീട്ടിൽ താമസം. ടി.വി. കസേരകള് പിന്നെ അവിടെ കരി പോലെ പുക പിടിച്ചിട്ടുണ്ട്. വേറെയൊക്കെ നശിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.